ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വളരെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ ഫേവറേറ്റ് അഡീനിയം ചെടികളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അഡീനിയത്തെക്കുറിച്ച് കുറേ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, പലതിനും നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. എന്നെ യൂട്യൂബിൽ ഞാൻ ആക്കിയത് എൻ്റെ അഡീനിയം ചെടികളാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കാണാൻ പോകുന്ന ഈ അഡീനിയത്തിൻ്റെ പ്രൂണിങ് റീപോട്ടിങ് ഇതാണ്. അപ്പോൾ ഈ റീപോട്ടിങ്ങും പ്രൂണിങ്ങും ഒക്കെ മറ്റൊരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു, കെട്ടിത്തൂക്കലും കുറേ പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ നല്ല അക്സെപ്റ്റൻസ് കിട്ടി, ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇത്തവണ ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് പരീക്ഷണം, വേറൊരു ടൈപ്പ് ഓഫ് റിപ്പോർട്ടിംഗ് ആൻഡ് പ്രൂണിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് പരീക്ഷണവും നിങ്ങളുടെ ഒപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ കൂടെ നമുക്ക് നോക്കാം എന്താണ് പരിപാടിയെന്ന്. എൻ്റെ അഡീനിയം ചെടികൾ ഏതാണ്ട് പൂക്കളൊക്കെ കഴിഞ്ഞ് ഒരു ഡോർമൻസി സ്റ്റേജ് കഴിഞ്ഞ് ഒരു ആക്റ്റീവ് ഗ്രോത്തിൻ്റെ ടൈമാണ്. കണ്ടോ, എല്ലാത്തിലും കുറേശ്ശെ ലീഫൊക്കെ വന്നു തുടങ്ങിയ സമയമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഡീനിയത്തിൻ്റെ റീപോർട്ടിങ്ങിന് പറ്റിയൊരു ടൈം. അതായത് റീപോർട്ടിങ്ങിന് ബെസ്റ്റ് ടൈം ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഫെബ്രുവരി മാർച്ച് ആ സമയത്താണ് റീപോർട്ടിങ്ങിന് ബെസ്റ്റ് ടൈം. ഇത് ഫെബ്രുവരി മാസമാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ റീപോർട്ട് ചെയ്തിട്ട് ഒരു 30 days കഴിഞ്ഞിട്ട് പ്രൂണിങ് ചെയ്യേണ്ട പരിപാടിയാണ്. രണ്ട് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്, അഡീനിയത്തിൻ്റെ നല്ലൊരു പോട്ടിംഗ് മിക്സ് അങ്ങനെ തയ്യാറാക്കാം. അതിലും കുറേ ചേഞ്ചസ് ഞാൻ വരുത്തിയിട്ടുണ്ട് പഴയതിൽ നിന്നും. പഴയതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും കാണുക. അപ്പോൾ ഇത്തവണ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം, ഇതിൻ്റെ റീപോട്ടിംഗ് എങ്ങനെ ചെയ്യാം, അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോട്ടിംഗ് മിക്സിന് ആവശ്യമായ ഐറ്റംസ് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കുറേ ചട്ടികൾക്ക് കേട് പറ്റിയിട്ടുണ്ട്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ താഴെ വീണ്ടും പൊട്ടിപ്പോയി. പകരം ഞാനിത് പുതിയ ചട്ടികൾ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അഡീനിയം നടന്ന ഈ ടൈപ്പ് പോട്ടിലാണ്. ഈ പോട്ട് കുറേ പേരിനോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് വാങ്ങിയത്, എന്താ അതിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പോട്ടാണ്. ഇതിൻ്റെ ഹൈറ്റ് ഒരു 6 ഇഞ്ചും വിഡ്ത്ത് 12 ഇഞ്ചും. ചെറിയ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. ഇതൊരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടോ, ഹോൾസ് കണ്ടോ, ഡ്രെയിനേജ് ഹോള് ശരിക്കും വലുതായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. സോ ഇത് അഡീനിയത്തിന് ആപ്റ്റായിട്ടൊരു പോട്ടാണ്, നല്ല ലുക്ക് നൽകും. അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് ബോൺസായി ടൈപ്പിൽ അഡീനിയം ചെയ്യാൻ ബെസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം ചെയ്യേണ്ടത് ഇത്രയും അഡീനിയം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ 20 അഡീനിയമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 30 ചട്ടികളുടെ ഇരിപ്പുണ്ട്. 30ഉം പല വെറൈറ്റീസാണ്. പൂക്കൾ വരുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഓരോന്നിൻ്റെയും ഭംഗി എന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ അഡീനിയത്തിൻ്റെ ഓരോന്നിനെയും ഈ പോട്ടിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ചെടി അങ്ങോട്ട് എടുക്കാം. ഇത് ഈസിലി പിടിച്ചാലെങ്കിൽ പൊന്തി വരും. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം ഇട്ടത് അത്രയും ടൈറ്റില്ലാത്തൊരു പോട്ടിംഗ് മിക്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോരും. അതിലെ മണ്ണെല്ലാം കളയാം കേട്ടോ. ഞാൻ സാധാരണ റീപോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പഴയ സോയിൽ പൂർണ്ണമായിട്ടും കളയാറുണ്ട് കേട്ടോ. ഈ കേടായ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരെണ്ണം കഴിഞ്ഞു, അടുത്തൊരെണ്ണം എടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഇങ്ങ് പോരുന്നുണ്ട്. വളരെ നല്ല കോഡക്സാണ് ഇതിനൊക്കെയുള്ളത്. അതവിടെ ഇരുന്നോട്ടെ, ചെറുതൊരെണ്ണം എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികളെയും ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ 30 ചെടികളെ എന്തെങ്കിലും മണ്ണൊക്കെ കളഞ്ഞ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി കോഡക്സാണ് കേട്ടോ. എല്ലാം നല്ല ശരിക്കും വീർത്ത കോഡക്സുള്ള ചെടികളാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വേര് കാണാം. അധികം വേരുകളൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ചീത്തയായ വേരുകളോ ഒത്തിരി നീളമുള്ള വേരുകളുടെ കട്ട് കളയാം കേട്ടോ. ഇതിനെ റൂട്ട് പ്രൂണിങ് എന്നാണ് പറയുക. അത്ര ഹാർഡായിട്ട് വേണ്ട, ഒരു 10% ഒക്കെ കളയാം. കേടായ വേരുകളുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കളയുക. അതല്ലെങ്കിൽ ഇത്ര നീളമുള്ള വേരുകളെ കുറച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. തൽക്കാലം ഇത്രേ ചെയ്യുന്നുള്ളൂ, അധികം വേരൊന്നും കളയുന്നില്ല കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ പൗഡർ.
എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ലേ, കട്ട് ചെയ്ത ഭാഗം ചീഞ്ഞ് പോകാതിരിക്കാൻ ഇത് സഹായിക്കും. അതിൻ്റെ ഒരു പൗഡർ, അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലഭിച്ചെടുത്തിരിക്കണം കേട്ടോ. ഞാനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ, അതിൻ്റെ വേര് ഭാഗത്ത് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതേ ആൻറ്റി ഫംഗൽ തന്നെ ഞാനൊരു തൂവാലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ചെടിയിൽ നനച്ചു കൊടുക്കുക കേട്ടോ. ഇതൊന്നും മസ്റ്റല്ല, പക്ഷെ ഒരു പ്രീക്കോഷൻ കേട്ടോ, എന്തെങ്കിലും ഫംഗസ് ബാധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ കാഡക്സിലും ഒക്കെ ഒന്ന് ഭംഗിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചട്ടികളൊക്കെ ഞാൻ ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയുണ്ട്, നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇനി മിക്സ് ചെയ്തിട്ടുള്ള എല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചട്ടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മളിപ്പോൾ പോട്ടി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചട്ടികളൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഓക്കെ, ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ അഡീനിയം ചെടികളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. പ്ലസ് ഞാൻ ചട്ടികളൊക്കെ നന്നായിട്ട് കഴുകി, നന്നായിട്ടല്ല ഒരുവിധം ഭംഗിയായിട്ട് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇത് പെയിൻറ്റ് ചെയ്തെടുക്കണം ഭംഗിയായിട്ട്, അനുസരിച്ച് ഞാൻ ചെയ്ത് കാണിക്കാതെ. പിന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സിന് ആവശ്യമായ ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐറ്റംസ് ഞാൻ കാണിക്കാം. ഒരു 5 ബേസിനിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ 2 ഭാഗം പുഴമണ്ണാണ് കേട്ടോ, നല്ല പുഴമണ്ണാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തായി മണൽ എന്ന് പറഞ്ഞാൽ പുഴമണ്ണ്, റിവർ സാൻഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് 2 അത് തന്നെയാണ്. ഇതിൽ 40% ഞാൻ എടുത്തിരിക്കുന്നത് പുഴമണ്ണാണ്. പുഴമണ്ണിൻ്റെ ഗുണം നമുക്കറിയാം. എപ്പോഴും നമ്മൾ അടിനത്തിന് പൊട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോഴത്തേക്ക് വളരെ ലൂസായിട്ടുള്ള, ഒട്ടും ടൈറ്റാവാത്ത, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വെള്ളം വാർന്നു പോകാൻ പറ്റിയ ഒരു പൊട്ടിംഗ് മിക്സാണ് ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഉറപ്പായിട്ടും എല്ലാവരും കാണുക കേട്ടോ. ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ മണൽ എന്ന് പറഞ്ഞ സാധനം. വേറൊന്നുള്ളത്, മണ്ണ് ഒട്ടും ഇല്ലാത്തൊരു പൊട്ടിംഗ് മിക്സാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. മണ്ണെന്ന് പറഞ്ഞാൽ അഡീനിയം സക്കുലൻ്റ് വർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ്. മണ്ണില്ലാതെ തന്നെ വളർന്നു വരും. അതിന് മണലാണ് പകരം എടുത്തിരിക്കും. മണലിന് പ്രത്യേകിച്ച് പോഷക ഗുണങ്ങളൊന്നുമില്ല, ബട്ട് പെട്ടെന്ന് വെള്ളം വാർന്നു പോകാനത് സഹായിക്കും. അടുത്തെടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റാണ്. മണ്ണിര വളം എന്ന് പറയും. ഇത് കടകളിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെർമി കമ്പോസ്റ്റിൻ്റെ ഗുണങ്ങളും നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. വളരെ റിച്ചാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, NPK 3 നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്ലസ് മഗ്നീഷ്യം, സൾഫർ, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് വന്നാൽ അടങ്ങിയൊരു സാധനമാണ് വെർമി കമ്പോസ്റ്റ്. ഇത്തവണ ഞാൻ എക്സ്ട്രാ കുറച്ച് ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചകിരിച്ചോറ് ചേർത്തിരുന്നില്ല. അടിയന്തരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഒഴിക്കുന്ന വെള്ളം അപ്പം തന്നെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് പോകാൻ തക്ക രീതിയിൽ വേണം പോട്ടി മിക്സ് ഉണ്ടാക്കാൻ. ഒരു നനവ് ആവശ്യമാണ്. ആ നനവ് മെയിൻറ്റെയിൻ ചെയ്യാനും വെള്ളം വളരെ പെട്ടെന്ന് വാർന്നു പോകാനും അതേസമയത്ത് ഒരു എയർ സർക്കുലേഷൻ നിലനിർത്താനും ഈ കൊക്കോപീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് സഹായിക്കും. പിന്നെ ഞാൻ ഈ വെർമി കമ്പോസ്റ്റിൻ്റെ അത്ര അളവിൽ തന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. മസ്റ്റല്ല, നിങ്ങൾ ചാണകപ്പൊടി തന്നെ ഉപയോഗിച്ച്, വെർമി കമ്പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ചാണകപ്പൊടി തന്നെ ഉപയോഗിച്ചാലും മതി. അതല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് ഇതിന് ഡബിൾ എടുത്താലും മതി. കുറച്ച് കൂടി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ വെർമി കമ്പോസ്റ്റിനെ പോലെ തന്നെ ചാണകപ്പൊടിയിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും പിന്നെ കുറച്ച് ന്യൂട്രിയൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ അടയുന്ന 2 ഐറ്റംസ്. ഒന്ന് എല്ലുപൊടി വെച്ചിട്ടുണ്ട്. എല്ലുപൊടി വളരെ കുറച്ചിട്ടാൽ മതി. ഒരു ചട്ടിക്ക് 1 പിടി കണക്കാക്കി ഇട്ടാൽ മതി. ഞാനത് കണക്കാക്കി എടുത്തിരിക്കുന്നത്, 30 ചട്ടി കണക്കാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലുപൊടിയും നമുക്കറിയാം കാൽഷ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയ ഒരു സാധനമാണ് എല്ലുപൊടി. പിന്നെ എടുത്തിരിക്കുന്ന നീം കേക്കാണ്. വേപ്പിൻ കുരുവിൻ്റെ പൊടിയാണ്, അല്ലെങ്കിൽ നീം കേക്ക് പൗഡർ എന്ന് പറയും. ഇതും ശരിക്കും ഒരു ബയോ ഫെർട്ടിലൈസറാണ്. ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിന് നിമറ്റോഡ്, വിരകളെയൊക്കെ നശിപ്പിക്കുവാൻ, മണ്ണിലെ അണുക്കളെ നശിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ കീടങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ നീം കേക്ക് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഈ മിക്സിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ പൊട്ടി മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അത് ഞാൻ മണലിടാൻ പോവുകയാണ്. ഞാൻ കുറച്ചധികം ഒരുമിച്ച് മിക്സ് ചെയ്യുവാണേ. കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടാൽ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ചകിരിച്ചോറാണ്, കൊക്കോപീറ്റാണ്. വീണ്ടും മണൽ, ചാണകപ്പൊടിയാണേ. ഈ ചാണകം ഞാൻ തന്നെ ഇവിടെ അടുത്ത് പശുവുള്ളൊരു വീട്ടിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്കും, വേപ്പിൻ കുരു.
ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടിങ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പോട്ടിങ് ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൽ കുറച്ച് മിക്സ് ഒരു ബേസിനിലേക്ക് എടുക്കാം കേട്ടോ. ഈ മിക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒട്ടും ടൈറ്റല്ല, ഭയങ്കര ലൂസായിട്ടുള്ള സോയിലാണ്. ഇങ്ങനത്തെ ഒരു മിക്സാണ് അടിയനത്തിന് വേണ്ടത് കേട്ടോ. ആദ്യം ഒരു ചട്ടി എടുക്കുകയാണ് ഞാൻ. നേരത്തെ ഞാൻ കാണിച്ചു, അത്യാവശ്യം നല്ല ഹോളുള്ള വലിയ ഹോളുള്ള ചട്ടി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളം ഒട്ടും തന്നെ നിൽക്കാൻ പാടില്ല, ശരിക്കും വലിയ ഹോൾ വേണം അതിൽ. ഇതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഉരുളൻ കല്ലുകളോ ഊട്ടിൻ്റെ കഷ്ണങ്ങളോ ഈ ഹോൾ അടച്ച് ആദ്യം രണ്ടെണ്ണം വെച്ച് കൊടുക്കുക. മണ്ണ് ഈ പോട്ടിങ് മിക്സ് പുറത്തേക്ക് പോകാതിരിക്കുക കേട്ടോ. ബാക്കി നമ്മൾ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കാം. ഇത് ഡ്രെയിനേജ് ഈസിയാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വെള്ളം ഒട്ടും കെട്ടി നിൽക്കാതെ പുറത്തോട്ട് പോകാൻ വേണ്ടിയാണേ. നമ്മൾ കുറച്ചൊരു പോട്ടിങ് മിക്സ് കൊടുക്കുക അതിലേക്ക്. ഇത്രയും മതി അടിയിൽ. എന്നിട്ട് പ്ലാന്റ് എടുക്കാം നമുക്ക് ആദ്യം പൂവുള്ള പ്ലാന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പ്ലാന്റിന് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എപ്പോഴും അഡീനിയം പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കോഡക്സ് ഇല്ലേ, ഈ കോഡക്സ് എപ്പോഴും മണ്ണിൻ്റെ മുകളിൽ, കോഡക്സിൻ്റെ നല്ലൊരു ഭാഗവും മണ്ണിൻ്റെ മുകളിലിരിക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യുക. എങ്കിലൊരു ഭംഗി കിട്ടുക, കോഡക്സ് വലുതായി വരാൻ സഹായിക്കും. ഇതിൻ്റെ കോഡക്സ് എങ്ങനെ വലുതാക്കാം അങ്ങനെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും എല്ലാവരും കയറി കാണുക കേട്ടോ. അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്, ഞണ്ട് മാറ്റിയേക്കാണേ. ഒരെണ്ണം കാണിക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിയ പുതിയ പോട്ടാണ് കേട്ടോ. അതിലും അതുപോലെ ചെയ്യാം കേട്ടോ. കല്ലില്ലെങ്കിൽ ഓട്ടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അടുത്തൊരു പ്ലാന്റ് എടുക്കാം. ഇതിൽ വിത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അതങ്ങനെ നിന്നോട്ടെ, ഉണങ്ങിയാലെടുക്കാം നമുക്ക്. വളരെ കുറച്ച് പൊട്ടിങ് മിക്സ് മാത്രമേ ഓരോ ചട്ടിക്കും വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 4 നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതേ ഒരു ദിവസത്തെ മൊത്തം പ്രയത്നത്തിൻ്റെ അവസാനം നമ്മൾ 30 ചട്ടികളിലും അഡീനിയം റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം വളരെ ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇനി ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം ഒരു 7 ദിവസം വരെ നനയ്ക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, നമുക്കറിയാം അഡീനിയം സൺലൈറ്റ് ഏറ്റവും ആവശ്യം വേണ്ടൊരു ചെടിയാണ്. ദിവസം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും സൺലൈറ്റ് വേണം. പക്ഷേ ഈ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കാരണം സൺലൈറ്റ് കൊള്ളിക്കണ്ട. ഒരാഴ്ച ഇങ്ങനെ മാറ്റി വെക്കുക. ഒരാഴ്ച മാറ്റി വെച്ചിട്ട് ചെടി ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് സൺലൈറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാം, ഇത് അനുസരിച്ച് നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡിലാണ് വെച്ചിരിക്കുന്ന ചെടികളെ. ഇതിവിടെ അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലെങ്കിലും സൺലൈറ്റ് അത്യാവശ്യം കിട്ടുന്നൊരു സ്ഥലമാണിത്.
അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഒരു 7 ദിവസത്തേക്ക്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അഡീനത്തിൻ്റെ എന്താ പറയുക റീപോർട്ടിങ്ങും പ്രൂണിങ്ങും ഒക്കെ ഒരുമിച്ചാണ് ചെയ്തത്. ഒരു വലിയ നീണ്ട പ്രോസസ്സായിരുന്നു. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത് വീഡിയോ കുറേ പേർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് അത് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ടാണെന്നും പറഞ്ഞു. പ്രാവശ്യം കുറച്ചും കൂടെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അത് തന്നെ പരീക്ഷിക്കുക, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എന്നിട്ട് പറയുകയാണ്. ഇപ്രാവശ്യം നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രൂണിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ടൈം മാറിയാണ് പ്രൂണിങ്ങും എൻ്റെ റിപ്പോർട്ടിങ്ങൊക്കെ ചെയ്യുന്നതും റിസൾട്ട് വളരെ നല്ലതായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ കറക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സമ്മറിൻ്റെ തുടക്കത്തിൽ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നമുക്കിതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ എന്തായാലും അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. സോ അഡീനിയം റിപ്പോർട്ടിംഗ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോട്ടിംഗ് മിക്സോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പഴയ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.